നിങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന്, അത് അദബായിരിക്കും. രണ്ട്, അത് സുന്നത്തായിരിക്കും. അദബുകളുടെ നിയ്യത്ത് ശരിയാക്കിയാലാണ് സുന്നത്താവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നിലേക്ക് കൈകെട്ടാറുണ്ടായിരുന്നില്ല. ഉദാഹരണം, നമ്മൾ നമ്മുടെ ജീവിതത്തെ അങ്ങനെ ക്രമപ്പെടുത്തിയെടുക്കണം. ഓരോന്നായിട്ട് മാറ്റിയെടുക്കണം. ഓരോ ക്യാമ്പുകൾ കഴിയുമ്പോഴും, ഓരോ പരിശീലനങ്ങൾ കഴിയുമ്പോഴും, ഓരോ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും അതിന് ഒന്നോ രണ്ടോ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഒരു കൊല്ലം ദുനിയാവിൽ ഏറെ ജീവിച്ചാൽ ഒരു കൊല്ലത്തേക്കുള്ള ഈമാനും അമലു സ്വാലിഹാത്തും നമ്മുടെ ജീവിതത്തിൽ കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കൊല്ലം മുതലാവുള്ളൂ എന്നാണ്. ശരിക്കും വണ്ടിൻ്റെ ചോട്ട് പെട്ട് മരിച്ചാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും. പക്ഷെ നമ്മളാരും അതിന് ദ്വാരക്കലില്ലല്ലോ. മേലെന്ന് ഒരു കല്ലുരുണ്ടി ആടിയിട്ട് അതിൻ്റെ ചോട്ട് വെട്ടാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും. പക്ഷോനെ എൻ്റെ തലയിൽ കൂടി ഒരു കല്ല് ആടിക്കണേന്ന് നമ്മൾ ദ്വാരക്കൂല. ദീർഘായുസ് തരണേന്നേ ദ്വാരക്കുള്ളൂ. അപ്പം ഈ ഷഹീദിൻ്റെ കൂലിയേക്കാൾ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് ദീർഘായുസിലുള്ളതുകൊണ്ടാണല്ലോ അതിന് ദ്വാരക്കണേൻ്റെ കാരണം. രണ്ട് കാര്യങ്ങളാണ് ദീർഘായുസിൻ്റെ ഗുണം. ഒന്ന്, അമലു സ്വാലിഹാത്തിൽ വർധനവുണ്ടാവുക. രണ്ട്, ഈമാനിൽ വർധനവുണ്ടാവുക. 50 വയസ്സുള്ള അമ്മക്കും 90 വയസ്സുള്ള KP ഒരേ ഈമാൻ പോരല്ലോ. ഞമ്മക്ക് ഒരു കൊല്ലം കൂടിയും കഴിഞ്ഞാൽ ഒരു കൊല്ലത്തുകൂടി ഈമാൻ കൂടണം. ഒരു റമദാൻ കഴിഞ്ഞാൽ ഒരു കൊല്ലത്തെ തഖ്വ കൂടണം. ഒരു റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ ഒരു കൊല്ലത്തെ ഇഷ്ക് കൂടണം. ഒരു റജബ് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തെ ഈമാൻ കൂടണം. റജബ് ഈമാൻ്റെ മാസമാണ്. ശഅബാൻ, റബീഉൽ അവ്വലൊക്കെ ഇഷ്കിൻ്റെ മാസമാണ്. ഇങ്ങനെ ഓരോന്നും കഴിഞ്ഞു പോകുമ്പോൾ ഒരു കൊല്ലത്തെ വർധനവുണ്ടാവണം.